ഇതാണ് ഞാൻ പഠിച്ച KMHS പുറ്റൂർ നോർത്ത് ഹൈസ്കൂൾ. ഇന്നിത് ഒരുപാട് വികസിച്ചു. അന്ന് ഓടിട്ട ഒരു നീണ്ട വിദ്യാലയമായിരുന്നു. ഈ പീടികകൾക്കൊക്കെ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. അന്നിവിടെ പീടിക ഞങ്ങൾക്ക് മിഠായി വാങ്ങുന്ന, അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന പീടിക, ഇത് ചെറിയ വലിയ മാറ്റമൊന്നുമില്ല. ഇത് നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. പഴയ കെട്ടിടങ്ങളുണ്ടോ? പഴയ കെട്ടിടങ്ങൾ നമുക്ക് നോക്കാം. പഴയ കെട്ടിടം അല്പം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഭാഗത്തുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ ഈ ഭാഗത്തുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി ഒരുപാട് വികസനം വന്നു. ഭാഗ്യത്തിന് അവിടെ പഴയ കാലത്തെ അല്പഭാഗം കെട്ടിടമുണ്ട്. നമ്മുടെ നൊസ്റ്റാൾജിയക്ക് അത് മതി. നമ്മുടെ നൊസ്റ്റാൾജിയക്ക് അല്പഭാഗം ഇതുപോലെ നീണ്ടു കിടക്കുന്ന ഓടിട്ട കെട്ടിടമില്ലേ, അതായിരുന്നു. അത് അവിടുന്ന് അറ്റത്തും തുടങ്ങി ഇങ്ങനെ വന്ന് ഈ അറ്റത്ത് അവസാനിക്കുന്ന രൂപത്തിലായിരുന്നു. അന്ന് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഇവിടെ. ആ സ്റ്റേജിൽ ഞാനത്ര പാട്ട് പാടിയിട്ടുണ്ട്. എൻ്റെ റബ്ബേ, എല്ലാ യൂത്ത് ഫെസ്റ്റിവലിലും ഞാൻ പാട്ട് പാടും. അതിൽ എനിക്ക് വിജയിക്കലുണ്ട്. ഞാൻ അങ്ങനെ സബ് ജില്ലയിൽ പോയിട്ടുണ്ട്, ജില്ലയിൽ പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നതൊക്കെ. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ നമ്മുടെ നൊസ്റ്റാൾജിയൻ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി ഉഗ്രൻ ബിൽഡിങ്ങായി മാറി. വലിയ സ്ഥാപനമായി മാറി. നമുക്ക് ഈ ഗ്രൗണ്ട് മാട്ര ഹനീഫ, എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു മാട്ര ഹനീഫ. അതുപോലെ ഞങ്ങൾ രാവിലെ സ്കൂളിലേക്ക് പോന്നിരുന്നത് 3 പേരായിരുന്നു. പ്രധാനമായും ഞങ്ങൾ ഒന്ന് എൻ്റെ അയൽവാസിയായ അബ്ദുറഹ്മാൻ, AU അബ്ദുറഹ്മാൻ, അതുപോലെ യൂനുസ്. AU അബ്ദുറഹ്മാനും യൂനുസും ഞാനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ 3 പേരുമായിരുന്നു വീട്ടിൽ നിന്ന് ഒരുമിച്ച് പുറപ്പെട്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അബ്ദുറഹ്മാനും യൂനുസും ഞാനും പിന്നെ ഒരുമിച്ചായിരുന്നു സ്കൂളിലേക്ക് പുറ്റൂർ പാടം കടന്നുകൊണ്ട് ഞങ്ങൾ സ്കൂളിലെത്തിയിരുന്നത്. ഇതൊന്നും എനിക്ക് നൊസ്റ്റാൾജിയ നൽകുകയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ, കാരണം കെട്ടിടം മാറി. പക്ഷേ ഈ ഗ്രൗണ്ട് എനിക്ക് നൊസ്റ്റാൾജിയ നൽകുന്നുണ്ട്. കാരണം ഈ ഗ്രൗണ്ടിന് മാറ്റമില്ല, ചെറിയ മാറ്റമുണ്ട്. എന്നാലും ഈ ഗ്രൗണ്ട് അതേ ഗ്രൗണ്ട് തന്നെയാണല്ലോ. അതുകൊണ്ട് ഈ ഗ്രൗണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് നൊസ്റ്റാൾജിയ നൽകുന്നുണ്ട്. ഞാനിവിടെ ഒരുപാട് തവണ SSLC എക്സാമിനേഷൻ്റെ SSLC പരീക്ഷയുടെ സൂപ്പർവിഷന് വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആദ്യകാലങ്ങളിലൊന്നും ഈ ഓടിട്ട കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത കാലത്താണ് അതൊക്കെ പൊളിച്ചു മാറ്റിയത്. ഞാനിത് ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു ക്ലാസ് റൂമിലൊക്കെ ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ആദ്യ 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ. 7ാം ക്ലാസ് അവിടെയായിരുന്നു. നമുക്ക് പോയി നോക്കാം. ഈ കെട്ടിടം യഥാർത്ഥത്തിൽ ഈ വരാന്ത പഴയ വരാന്ത തന്നെയാണ്. ഇവിടെ ഞാൻ SSLC എക്സാം ഡ്യൂട്ടിക്ക് വേണ്ടി വരുന്ന സമയത്ത് ഈ ആദ്യകാലത്ത് എല്ലാ കെട്ടിടം പഴയ കാലത്തുള്ള ഇതുപോലെ ഈ ഓടിട്ട കെട്ടിടങ്ങൾ എല്ലാം പൂർണ്ണമായും ഉണ്ടായിരുന്നല്ലോ, പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ SSLC ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി, പരീക്ഷയുടെ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഈ കെട്ടിടങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര, ഈ ക്ലാസ്സിനൊന്നും പിന്നെ ഒരു വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ കുറച്ച് പ്ലാസ്റ്ററിങ് നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ. കണ്ടോ, ഇതൊക്കെ നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. കണ്ടോ, ഈ ചുമരുകളും ഈ കൽത്തൂണുകളും
ഈ വരാന്തയിലൂടെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ 5ാം ക്ലാസ്സിലെ ലീഡറായിരുന്നു. എന്നെ അവർ ക്ലാസ് ലീഡറായി തിരഞ്ഞെടുത്തു. ടീച്ചർ അരുണ ടീച്ചർ 5ാം ക്ലാസ്സിൽ അരുണ ടീച്ചറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. ടീച്ചർ എന്നെ ക്ലാസ് ലീഡറായി തിരഞ്ഞെടുത്തു. അങ്ങനെ ക്ലാസ് ലീഡർ പിന്നെ സ്റ്റാഫ് റൂമിലേക്ക് ഇങ്ങനെ നടന്ന് ഓരോ ആവശ്യങ്ങൾക്ക് പോകുമല്ലോ. ഞാൻ നടന്നു നീങ്ങിയ ആ വരാന്തകളാണിത്. ക്ലാസ് ലീഡറാണല്ലോ സ്റ്റാഫ് റൂമിലേക്ക് ആവശ്യങ്ങൾ ഓരോ വസ്തുക്കൾ എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പോകല്. അങ്ങനെ ഞാൻ ഈ വരാന്തയിലൂടെ ഒരുപാട് തവണ അങ്ങനെ നടന്നിട്ടുണ്ട് സ്റ്റാഫ് റൂമിലേക്ക്. അന്ന് ഇവിടെ ഒരു സ്റ്റാഫ് റൂം ഉണ്ടായിരുന്നു, ഈ ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗത്ത് ഒരു സ്റ്റാഫ് റൂം ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് മാറ്റിപ്പോൾ. പക്ഷേ ഈ ക്ലാസ് റൂം ഞാൻ മാട്ര ഹനീഫ, തോട്ടശ്ശേരി റയിലുള്ള മാട്ര ഹനീഫ, അതുപോലെ അബ്ദുൽ അസീസ്, ആ ഭാഗത്തുള്ള അബ്ദുൽ അസീസ്, അവരൊക്കെ ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരുടെ ക്ലാസ്സുകളിൽ. എന്തുമാത്രം നൊസ്റ്റാൾജിയ നൽകുന്നുണ്ടെന്നറിയുമോ? ഗ്രഹാതുരത്വം വല്ലാതെ അനുഭവിക്കുന്ന ഇതാണ് ഞാൻ ഇവിടെയുള്ള ഇതാണ് എൻ്റെ അന്ന് ഞാൻ പഠിച്ച 7ാം ക്ലാസ് ആയിരുന്നു ഇത്. ഈ 7ാം ക്ലാസ്സിലാണ് ഞാനും മാട്ര ഹനീഫയും ഒക്കെ പിന്നെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഡ്രോയിങ് സാറുടെ അടുത്തുനിന്ന് നല്ല നുള്ള് കിട്ടും. പെൻസിൽ ചിത്രം വരക്കാൻ പെൻസിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നല്ല നുള്ള് കിട്ടും. അത് പേടിച്ച് എല്ലാവരും പെൻസിൽ കൊണ്ടുവരും. നുള്ള് നല്ല വേദനയുള്ള നുള്ളായിരുന്നു. പ്രിയപ്പെട്ടവർ, ഈ 7ാം ക്ലാസ് ആയിരുന്നു ഇത്, എൻ്റെ 7ാം ക്ലാസ്. ഈ 7ാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്ത് രസമായിരുന്നു അന്നൊക്കെ. ഇവിടുത്തെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ എന്ത് രസമായിരുന്നു. ഇവിടുത്തെ സ്പോർട്സൊക്കെ എന്ത് രസമായിരുന്നു. ഞാൻ സ്പോർട്സിൽ പങ്കെടുത്തു. എനിക്ക് പറഞ്ഞതല്ല സ്പോർട്സ് എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തോറ്റമ്പി. സ്പോർട്സിൽ ഒരു പ്രാവശ്യം ഞാൻ പിന്നെ സബ് ജൂനിയർ വിഭാഗത്തിൽ ഞാൻ മത്സരിച്ചു, തോറ്റു. അതിനോടുകൂടി പിന്നെ എനിക്ക് എനിക്ക് പറ്റിയതല്ല സ്പോർട്സ്, എനിക്ക് സാധിക്കില്ലെന്ന് മനസ്സിലാക്കുകയും എനിക്ക് പിന്നെ പാട്ട് പാടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് ബോധ്യമായി. പിന്നീട് ഞാൻ തോറ്റതിന് ശേഷം, സ്പോർട്സിൽ ഓടി തോറ്റതിന് ശേഷം പിന്നീട് ഞാൻ ഒരിക്കലും പോലും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നേരത്തെ സ്കൂളിൽ വരും. പിന്നെ എന്നിട്ട് ഞങ്ങളെ അന്നത്തെ ക്ലാസ്മേറ്റുകൾ ആയ തോട്ടശ്ശേരിയിലും പാക്കടപ്രായയിലും അതുപോലെ പിന്നെ കുന്നംപുറത്തും അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ അന്ന് നടന്നായിരുന്നു വന്നിരുന്നത്. ഇന്നത്തെ പോലെ ഇന്ന് കുട്ടികൾക്ക് സ്കൂൾ ബസ് ഉണ്ടല്ലോ. ഇന്ന് കുട്ടൂർനോർത്തുനിന്ന് പാക്കടപ്പുറയിൽ നിന്ന് അന്ന് പാക്കടപ്പുറയിൽ നിന്ന് കുട്ടൂർനോർത്ത് സ്കൂളിലേക്ക് നടന്നായിരുന്നു വന്നിരുന്നത്. ഇന്ന് നടക്കേണ്ട ആവശ്യമില്ല. ഇന്ന് സ്കൂൾ ബസ് ഉണ്ട് എല്ലാ സ്കൂളുകളിലും. അന്ന് ചെണ്ടപ്രായ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ യുവജനോത്സവം ആണെങ്കിൽ ഇവിടെ ക്ലാസ് അന്ന് കട്ട് ചെയ്ത് ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ ക്ലാസ് കട്ട് ചെയ്യാൻ അന്ന് സ്കൂളിലേക്ക് വരികയില്ല. ആ യൂത്ത് ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ഞങ്ങൾ പിന്നെ ചെണ്ടപ്രായ നഗർ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ യുവജനോത്സവം കാണാൻ വേണ്ടി പോകും. അങ്ങനെ ഒരുപാട് പറയാനുണ്ട്, നമുക്ക് പിന്നീട് പറയാം അതൊക്കെ. ഈ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞത് ഒരു വല്ലാത്ത അനുഭൂതിയാണത്. അനുഭവിച്ചവർക്കൊക്കെ അറിയാം. നമ്മുടെ പഴയ കെട്ടിടങ്ങളൊക്കെ അതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ കെട്ടിടങ്ങളും ഞാനിവിടെ SSLC ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത്, ഈ ക്ലാസ്സുകളിലൊക്കെ വരുന്ന സമയത്ത് എനിക്ക് നേരം പോകുന്നത് അറിയുകയില്ല. കാരണം ഞാൻ ഓരോ ഈ ചുമരുകളിലേക്കും ഈ ഓടിട്ട ബിൽഡിങ്ങിലേക്കൊക്കെ ഇങ്ങനെ നോക്കി എൻ്റെ കുട്ടിക്കാലം ഞാനിങ്ങനെ അയവിറക്കും. എൻ്റെ ക്ലാസ്മേറ്റുകളെ മാട്ര ഹനീഫ പോലെയുള്ള, അതുപോലെ അബ്ദുൽ അസീസ് പോലെയുള്ള, കുന്നംപുറത്തുള്ള അബ്ദുൽ അസീസ് പോലെയുള്ള എൻ്റെ അതുപോലെ അബ്ദുസമദ്, ഭയങ്കര വിറ്റായിരുന്നു അബ്ദുസമദ്. ടീച്ചർമാരോട് ഭയങ്കരമായിട്ട് രസം പറയുന്ന പിന്നെ അബ്ദുസമദിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഓർക്കുകയാണെങ്കിൽ ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാ സ്കൂളുകളും ഒരുപാട് വികസിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്.
ഞാൻ മുമ്പ് LP സ്കൂളിൽ പോയപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. കാരണം ഞാൻ പഠിച്ച 7ാം ക്ലാസ് അതേ രൂപത്തിൽ മറ്റ് ക്ലാസ്സുകളൊക്കെ പൊളിച്ചു പോയി ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്നത് പഴയ കെട്ടിടങ്ങളാണ്. നമ്മൾ പഠിച്ചിരുന്ന അതേ ക്ലാസ് റൂമുകളാണ്. ഇപ്പോൾ ചേറൂർ ഹൈസ്കൂൾ, ഇപ്പോൾ നിങ്ങൾ ചേറൂർ ഹൈസ്കൂളിൽ വരികയാണെങ്കിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ ചേറൂർ PPTM വരികയാണെങ്കിൽ അവിടെ ക്ലാസ്സുകൾക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായി എന്നല്ലാതെ പഴയതൊക്കെ അതുപോലെ ഉണ്ട്. അപ്പോൾ പിന്നെ പണ്ട് തുടക്കത്തിലുണ്ടായിരുന്ന ഓടിട്ട കെട്ടിടങ്ങൾ അല്പം ചില കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ടെന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും വല്ലാതെ ഇല്ല. എന്നാൽ ഇവിടെ വലിയ മാറ്റമാണ് സംഭവിച്ചത്. പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അല്പഭാഗം നമുക്ക് വേണ്ടി ഇവിടെ മാറ്റിവെച്ചിട്ടുണ്ട് ഈ ഓടിട്ട ബിൽഡിങ്. ഇവിടെ ഞാൻ ഡ്യൂട്ടിക്ക് ഇവിടെയൊക്കെ എൻ്റെ ഈ ക്ലാസ്സിലൊക്കെ ഞാൻ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട്. SSLC എക്സാം ഡ്യൂട്ടിക്ക് ഞാൻ എക്സാം സൂപ്പർവിഷന് വേണ്ടി ഞാനിവിടെ ഈ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ഈ ക്ലാസ്സിലൊക്കെ ഇവിടെ വരുമ്പോൾ എനിക്ക് നേരം പോകുന്നത് അറിയുകയില്ല. കാരണം ഓർമ്മകൾ ഇങ്ങനെ വരും മനസ്സിലേക്ക്. ഇവിടെ പ്രത്യേകിച്ച് ഇവിടുന്ന് പാട്ട് പാടി വിജയിച്ച് കുട്ടികളുടെ മുമ്പിൽ കുട്ടികളെല്ലാവരും കൂടി ഇവിടെ അന്ന് എന്നെ വാനിലേക്ക് ഉയർത്തും അങ്ങനത്തെയുള്ള. അപ്പോൾ മാത്രമല്ല ഇവിടെ തുടക്കത്തിൽ ഞാൻ വന്ന ആ കാലങ്ങളിലൊക്കെ വലിയ 9ലും 10ലും ഒക്കെ വലിയ ആളുകളായിരുന്നു പഠിച്ചിരുന്നത്. കാരണം അന്ന് പെട്ടെന്ന് ജയിക്കുകയില്ല, തോൽക്കും. അതുകൊണ്ട് തന്നെ വലിയ കുട്ടികൾ 2, 3 കൊല്ലങ്ങളൊക്കെ വർഷം ഒക്കെ തോറ്റ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ വലിയ കുട്ടികളായിരിക്കും. അവരക്കാലത്ത് സമരമുണ്ടായിരുന്നു. സമരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആവേശമായിരുന്നു. അന്ന് മുദ്രാവാക്യം വിളിച്ച് ഇവിടെ നിന്ന് റോട്ടിലൂടെ കക്കാടംപുറം, യാർനഗർ അങ്ങനെ പിന്നെ മുദ്രാവാക്യം വിളിച്ച് ഇന്ന് സ്ട്രൈക്കുണ്ട്, സമരമുണ്ട് എന്ന് കേട്ടാൽ ഭയങ്കര ആവേശമായിരുന്നു എല്ലാ കുട്ടികൾക്കും. എൻ്റെ പ്രിയപ്പെട്ട റഷീദ് മാഷ്, അവരുടെ ഭാര്യ സുൽബത്ത് ബീബി ഞങ്ങളുടെ ചേറൂർ ഹൈസ്കൂളിലാണ്. വീഡിയോ മൊത്തം. പിന്നെ അതിവിടെ നോക്കുന്ന ഒരാളാണ് അദ്ദേഹം. എന്താണ് ഇവിടെ നിന്ന് ചോദിച്ചതാണ്. പിന്നെ അപ്പോൾ ഇവിടെ എല്ലാം നോക്കാനൊക്കെ ആളുകളുണ്ടെന്ന് മനസ്സിലായില്ലേ. ഞാൻ ഗേറ്റ് തുറന്നാണ് കിടന്നിരുന്നത്. അപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ആരും കണ്ടില്ല. അപ്പോൾ ഇവിടെ നോക്കാൻ ഇവിടെ ആളുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട റഷീദ് മാഷ് എൻ്റെ അറബിയുടെ സാറായിരുന്നു. റഷീദ് മാഷായിരുന്നു എന്നെ സബ് ജില്ലയിലേക്കുമൊക്കെ മത്സരത്തിന് വേണ്ടി കൊണ്ടുപോയിരുന്നത്. മാപ്പിളപ്പാട്ട് മത്സരത്തിന് വേണ്ടി മലപ്പുറത്തും ഒക്കെ വെച്ച് നടന്ന എനിക്ക് ഓർമ്മയിലേക്ക് വരികയാണ്. ചായയും പഴംപൊരിയും ഒക്കെ വാങ്ങിത്തന്നത്. ഒരുപാട് പറയാനുണ്ട്, എന്തൊക്കെ പറയുന്നത് എനിക്കൊരു തടിയും പാലുമില്ല. എല്ലാം കൂടി എൻ്റെ ഓർമ്മയുടെ മണ്ഡലത്തിലേക്ക് ഓടിയെത്തുന്നത് കൊണ്ട് എന്താണ് പറയേണ്ടത്, ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് ഇത് നീണ്ടുപോകും. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഈ ചാനൽ, ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ലിങ്ക്, നിങ്ങളെ വീട്ടിലുള്ളവർ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലേക്കൊക്കെ, ഫ്രണ്ട്സിലേക്കൊക്കെ, ഗ്രൂപ്പിലേക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.